നമ്മളിന്ന് ബോംബെ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ ആദ്യം പോണത് പറഞ്ഞാൽ ഗേറ്റ് ഓഫ് ഇന്ത്യ കൊളംബെ അങ്ങനെ എന്താണ് പറഞ്ഞത്. മാപ്പിൽ നോക്കിയതാണ്, എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, വെൽക്കം ബാക്ക് അഗൈൻ ഹബീബ് വ്ലോഗ്സ്. ഓൾ ഇന്ത്യ നേപ്പാൾ റോഡ് എപ്പിസോഡ് 5 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. മുംബൈ എക്സ്പ്ലോറിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ചോദിച്ചോക്കാം मैडम है नोएंट्री मैप है गलत दिखाते हैं। आई डोंट नो है केरला है केरला केरला इधर से नोएंट्री है। ओके ये देखो व्हाट सिटीजन है गेट वे गेट वे इधर लोकेशन इज सीधा जाके राइट लेना, आगे से राइट लेना। हाँ स्ट्रेट जाके राइट लेना। थैंक यू मैम. നടച്ചവരെ അവര് വണ്ടി കേരള കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ആള് വന്നിട്ട് ബാക്കിൽ പോയിട്ട് ഫോട്ടോ എടുത്തു. സംഭവം എൻ്റെ ഭാഗത്തോട്ട മിസ്റ്റേക്ക്. സീരിയസ് ആയിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്നുള്ളത്. നമ്മള് ഗേറ്റ് വേൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റ് കാണാം. ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ഗേറ്റ് വേ. നമുക്ക് എന്തായാലും അകത്തോട്ട് പോകണം. അകത്തോട്ട് പോകണമെന്ന് വണ്ടി സേഫാക്കി അവിടെ പാർക്ക് ചെയ്യണം. നമ്മളങ്ങനെ ഗേറ്റ് വേൻ്റെ അവിടെ എത്തി. വണ്ടി സേഫാക്കി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പെയ്ഡ് പാർക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് വന്ന് നമുക്കൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ മൊത്തം പാർക്കിങ്ങാണ്. റോഡാകുമ്പോൾ പക്ഷെ ഇവർ പെയ്ഡ് പാർക്കിംഗ് പറഞ്ഞിട്ട് കാശൊക്കെ വാങ്ങുന്നുണ്ട്. എന്തെങ്കിലും ആകട്ടെ. കണ്ടോ പക്ഷെ വെള്ളത്തിൽ എന്തൊക്കെയുണ്ട് കിടക്കുന്നുണ്ടല്ലോ. ഇറങ്ങാനും ബോട്ടാണ് കിടക്കുന്നത്. ബോട്ട് ചെറിയ സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. നമുക്ക് അങ്ങനെ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഗേറ്റ് വേ കാണാൻ പറ്റും. ആ കാണാനാണ് താജ് ഹോട്ടൽ കേട്ടോ. അതായത് ബോംബെയിലെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലാണ്. നമുക്ക് കാണേണ്ടത് ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ പോകുന്ന വഴിക്ക് നമുക്ക് എന്തായാലും താജ് ഹോട്ടലാണ്. ഉള്ളോട്ടൊന്നും ഞാൻ കയറില്ല, പുറത്ത് ചെന്ന് വെച്ച് കാണിക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ. എന്തായാലും ഞാനിങ്ങനെ ഒറ്റക്ക് ഗേറ്റ് വേ രണ്ട് കിടക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള ആളുണ്ട്, ഫ്രണ്ട് പോയിട്ടുണ്ട്. സംഭവം എന്താ പറയുക, അടിപൊളിയാണ് ഗൈസ്, ഒന്നും പറയാല. നല്ല ചൂടാണ്, സീരിയസ് ആയിട്ട് ഗൈസ്, നല്ല ചൂടാണ്. പുറമേ റൈഡിങ് ഗിയേഴ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ പറയും വേണ്ടല്ലോ, നല്ല ചൂടുണ്ട്. ഗേറ്റ് വേൻ്റെ ഫ്രണ്ടിലെത്തി. ഇതിൻ്റെ ഉള്ളോട്ട് കയറാൻ ടിക്കറ്റ് എന്തോ എടുക്കാൻ തോന്നുന്നു. ഇതൊരു ഔട്ടായി ഉള്ളിൽ എന്താ അവസ്ഥാണ്. നമ്മളിപ്പോൾ ഗേറ്റ് വേൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു സീനറി കാഴ്ചയാണ്. അപ്പം എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല. അപ്പോൾ സംഭവം നല്ല ആളൊക്കെ ഉണ്ട്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും താജ് ഹോട്ടൽ. എല്ലാവർക്കും താജ് ഹോട്ടലിനെ പറ്റിയിട്ടൊക്കെ അറിയുണ്ടാവും കേട്ടോ, കാരണം ഫേമസ് ഹോട്ടലാണ് ഇന്ത്യയിൽ തന്നെ. ഇവിടെ എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം അവർ ബ്ലാക്ക് മറ്റേ തുണിയൊക്കെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിയർ ഉണ്ടാവണം, പക്ഷെ വെയിലാണ് കഴിച്ചത്, നല്ല സൈഡാണ് പറ്റാത്തത്. ഇപ്പോൾ ഗേറ്റ് നമ്മൾ കണ്ടു, അപ്പുറത്ത് താജ് ഹോട്ടലും കണ്ടു. ഓക്കെ, നല്ല വെയിലാണ് കഴിച്ച്, ഉള്ളത് പറയാമല്ലോ. വെയിറ്റിനില്ല, ചൂട്. ഞാൻ ഗ്ലാസ് ലാസ്റ്റ് എടുത്തിട്ടാണ്, കണ്ണ് തുറന്നു പിടിക്കാൻ പറ്റാഞ്ഞിട്ട്. ഫൈനലി നമ്മൾ മുംബൈയിലെത്തി. മുംബൈയിൽ ഇപ്പോൾ നമുക്ക് കാണാനുള്ളത് ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ കണ്ടു. എൻ്റെ ബാക്കിൽ താജ് ഹോട്ടൽ കാണാൻ പറ്റും.
ഇങ്ങനത്തെ രണ്ടെണ്ണം കാണാനുള്ളത് കണ്ടു. ഇനിയിപ്പോൾ ഇവിടെ 2-3 സംഭവം കൂടി ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, പള്ളിയിൽ പോയി വന്നതിന് ശേഷം നേരെ പോവുള്ളൂ. സെറ്റാണ് ഗൈസ്. അപ്പോൾ ഗേറ്റ് വേ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ചെറിയ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ക്യാമറയും ഈ ബാഗും ഒക്കെപ്പാടെ ഞാനാണ് പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സീരിയസ് ആയിട്ട് ഗൈസ്. അപ്പോൾ ട്രിപ്പിൽ എന്തായാലും എടുത്ത് തന്നെ ഒരാൾ ജോയിൻ ചെയ്യും എൻ്റെ കൂടെ, അത് ഷുവറാണ്. കാരണം നമ്മൾ ഓൾ ഇന്ത്യ നേപ്പാൾ പോകണ്ടല്ലേ, ഷുവറായിട്ട് ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കും ഒരാളെ. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മെല്ലെ തിരിക്കാം. ഓക്കെ, നല്ല ചൂടാണ്. സൺസ്ക്രീൻ പോലും ഇട്ടിട്ടില്ല. കണ്ണൊന്നും തുറക്കാൻ പോലും കഴിയുന്നില്ല ഈ ഗ്ലാസ് ഇടുന്നതിന് വരെ മുന്നേ. അത്യാവശ്യം നല്ല ആൾ കിട്ടോ, നല്ല ക്രൗഡൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇവിടുത്തെ കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെ കാണാനുണ്ട് കേട്ടോ. പക്ഷേ വെറുതെ പോയി നോക്കുകയാണ്. നമുക്കതിൽ മിസ്സായി കഴിഞ്ഞാൽ സങ്കടമാവൂലേ. ഇവിടെ ഈ ബോട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്നും ഞാൻ ചിന്തിക്കണില്ല. ഇതൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായി. എന്താ ബോട്ടിങ്ങിനുണ്ടോ ഒന്ന് ഇത്രയും ബാക്കിൽ കാണാനുള്ളൂ. ഇവിടെ പണികളൊക്കെ നടക്കും കേട്ടോ. പെയിന്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വട്ടം വരുന്നവർക്ക് നല്ല ഭാഗ്യമായിരിക്കും. എൻ്റെ ഉള്ളിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. പുറത്തോടെ തന്നെ പോവാം, അദ്ദേഹം പോണ്ട. ചൂടാണ്, നല്ല ചൂടാണ്. ഈ തണുപ്പത്തിൽ കൂടെ പോവാം. ഇതിലൂടെ പോയത് വെയിലാണ്. പക്ഷെ എന്തൊരു സമാധാനമായി. നല്ല വെള്ളത്തിന് കഴിക്കണം. നമ്മൾ വെള്ളത്തിന് വാങ്ങിച്ചു കുടിക്കണം. എന്തായാലും നമ്മുടെ ടീമിൽ എൻ്റെ ഓൾ ഇന്ത്യ നേപ്പാൾ റോഡ് ട്രിപ്പിൽ വന്നിട്ട് ഒരാൾ എന്തായാലും ജോയിൻ ചെയ്യും. ഷുവറാണ്. ഇങ്ങോട്ട് ഒറ്റയ്ക്ക് നടക്കില്ല. വീഡിയോ ഡ്രൈവിങ്ങും എല്ലാം കൂടി ഒറ്റ ടയർഡായി പോകും. എന്തായാലും ഒരാൾ ജോയിൻ ചെയ്യും, ഷുവറാണ്. നമ്മൾ നിന്നോടത്ത് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇതെന്താ തീരം ചെയ്യും എപ്പോഴുള്ളത് തന്നെ. അത്രയും കാഴ്ചകൊണ്ട് നമുക്ക് ഇവിടെ ഇതെല്ലാണ്ട് നിർത്താം. നമുക്ക് പള്ളി പോലെ ടൈമായി. താജോട്ടിലുണ്ടല്ലേ, പള്ളി പോലെ ടൈമായി. നല്ല പള്ളിയിൽ പോട്ടെ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ഫ്രീ എൻട്രിയാണ്, ക്യാഷ് ഒന്നുമില്ല. അവിടെ ഫ്രണ്ടിലൊരു എന്താണ് ചെക്കിംഗ് കൗണ്ടർ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കും. അത് നമുക്കുള്ളിൽ കയറിയ ഫ്രീ ആണ്. ഓക്കെ, അത്ര ഉള്ളൂ വയസ്സ്. അവിടെ തന്നെ ചെക്കിംഗ് പോയിന്റ് കേട്ടോ. അവിടെ തന്നെയാണ് എക്സിറ്റ്. എന്തായാലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണേ. ഇനി എന്തായാലും പുറത്തെത്തിയിട്ട് വണ്ടിയുടെ അവിടെ പോട്ടെ. എനിക്ക് വെള്ളത്തിനൊക്കെ അതായിട്ടുണ്ട്. ഏകദേശം നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ വന്ന സമയത്തുണ്ട് ഇതാ ഇവിടെ ഡബിൾ ടക്കർ ബസ്. വണ്ടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വണ്ടി ഒന്നും എടുക്കാതെ ഇറങ്ങി പോകുന്നത്. ഞങ്ങൾ നടക്കുകയാണ്. ഇവിടെ നല്ലൊരു സ്റ്റിൽ എടുക്കട്ടെ. മുംബൈ റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ, ഉള്ളോട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലെത്തി. ഡബിൾ ടക്കർ ബസ്സിൻ്റെ ഇവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പഴക്കമുണ്ട് കേട്ടോ. പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ള ബിൽഡിങ്സാണ്. നല്ല ക്രൗഡാട്ടോ വൈകിട്ടാകുമ്പോഴത്തേനും. എനിക്കത് കയറണം എന്നൊക്കെ ഉണ്ട്. നമുക്കിനി വേറെ കുറച്ച് സ്ഥലങ്ങളൊന്ന് കവർ ചെയ്യാനുള്ളതാണ്. ഇന്നിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്ന് വന്നു മാത്രം നടന്നിട്ട്. ഞാൻ വന്നിട്ട് ഓരോ സ്ട്രീറ്റിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രം. നമുക്കിനി എങ്ങോട്ടാ?
നമ്മളിപ്പോൾ നൈറ്റ് ഇറങ്ങിക്കാണ് പുറത്തോട്ട്. രാത്രിത്തെ ലെവൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ரொம்ப അടിപൊളിയായിട്ട് നല്ല ലൈറ്റ് ഫിറ്റിങ്സൊക്കെ ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നറിയില്ല. ഇത് നല്ല രസമുണ്ട്. ഉള്ളോട്ടൊന്നും കാണാൻ പറ്റില്ല. അവിടെ തീയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അടിപൊളി. സ്റ്റെയർ ഇറങ്ങിയിട്ട് അപ്പുറത്ത് പോയി കയറണം. നമുക്ക് റൂമിൽ വെച്ചിട്ട് പരിചയപ്പെട്ട രണ്ടാളാണ് കേട്ടത്. ഹലോ, ഒന്ന് പരിചയപ്പെടുത്തുമോ? അബ്ദുൽ ബാസിദ്. സ്ഥലം എവിടെ? കോട്ടക്കൽ. കോട്ടക്കൽ. ഞാൻ എൻ്റെ പറയാം. എൻ്റെ മുഹമ്മദ് ഇൽഷാൻ. സ്ഥലം കോട്ടക്കൽ. കോട്ടക്കൽ. രണ്ടാളും പലപ്പോഴും. അപ്പം നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. കേരളത്തിലൊരു മറൈൻ ഡ്രൈവ് ഉണ്ട്, ഇവിടെ ഒരു മറൈൻ ഡ്രൈവ് ഉണ്ട്. നേരത്തെ പറഞ്ഞത് ഓണാക്കിയിട്ടുണ്ടാകില്ല. ഇനിയിപ്പോൾ പോലീസുകാരൊക്കെ കൂടി കേൾക്കാൻ ബാക്കിയുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം തഴഞ്ഞൊന്ന് കോളം ഫില്ലാണ്. ഒന്ന് പോണോടത്ത് മൊത്തം കണ്ടകശിനാണ് കൈസ്. ഇവിടെ ആളെന്നൊരു കുറവില്ലല്ലോ. അങ്ങോട്ട് നോക്കാൻ അടിപൊളിയാണ്, പക്ഷെ നമുക്ക് ഫോണിലധികം കിട്ടില്ല. നടന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ നടന്ന് കാണാൻ. അവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കഴിച്ചു. ലൈറ്റ് ഉണ്ടോ? അവിടെ ആരെ പോണ്? അതാരെ പോണത്? ആ, ഏതാ? മറ്റേ ഇലക്ട്രിക്കോ? ആ, അംബാനി തന്നെയല്ലേ? കൊള്ളാം. എന്താ അതിൻ്റെ അർത്ഥം? വാക്കി ആ ആ ആ ആ എടുക്കാണ്. नाल बैके अखन बतानी भाके दिल दिया गल्ला करांगे रोज रोज बैके सच्चियां मोहब्बतां निभा. Zen. By the way, Ganesh. Okay.